ഇടപെടുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ എം. കാരശ്ശേരി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീ കാരശ്ശേരി, നമുക്കറിയാം ഇപ്പോൾ വലിയ രീതിയിലൊരു ഒരു കടുംവെട്ട് ഉണ്ടായിരിക്കുകയാണ് പി ജയരാജനെതിരെ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ലിബിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പി ചന്ദ്രശേഖരന്റെ വസതി സന്ദർശിച്ച ശേഷം, അതായത് എസ് അച്യുതാനന്ദനെ ഒതുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ജാവദേക്കറുമായുള്ള ഈ ജയരാജന്റെ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു ചോദ്യം പറച്ചിലൊന്നും അല്ലെങ്കിൽ മറ്റൊരു അന്വേഷണം കാര്യങ്ങളൊന്നുമില്ലാതെ നേരിട്ട് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. നമുക്കറിയാം നിരവധി തവണ ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് കേരളം. പ്രതിപക്ഷത്തിന്റെ അടക്കം വിമർശനങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരം ഒരു പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്? ഇത് അത്ര പെട്ടെന്നുണ്ടായതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്താണ് കാരണം എന്ന് വിചാരിച്ചാല്, ആ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് BJP-യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായിട്ട് LDF-ന്റെ കൺവീനർ ഒരു രഹസ്യ സംഭാഷണം നടത്തി എന്നുള്ള ഒരു ചെറിയ വിഷയമല്ല. അത് പുറത്തു വന്നു, അദ്ദേഹം നിഷേധിച്ചില്ല. അത് LDF-ന് വലിയ പരിക്കുണ്ടാക്കി എന്നാണ് എന്റെ ബോധ്യം. എന്താ കാരണം എന്ന് വിചാരിച്ചാല്, BJP-യുമായിട്ട് CPM-ന് ഒരു രഹസ്യ ബന്ധമുണ്ട് എന്നുള്ള അപവാദം ശരിയാവാൻ സാധ്യതയുണ്ട് എന്ന് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ അത് വലിയൊരു ധാരണ ഉണ്ടാക്കി. LDF-ന് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് കിട്ടിയ അടി പ്രധാനമായിട്ടും അതാണ്. അത് പിണറായി വിജയനെ പോലൊരു നേതാവിന്റെ അറിവോ അനുവാദമോ ഇല്ലാതെ പി ജയരാജനെ പോലുള്ള ഒരു നേതാവ് ഒരു BJP-യുടെ എത്ര വലിയ നേതാവുമായിട്ട് ഒരു രഹസ്യ സംഭാഷണം നടത്തും എന്ന് വിചാരിക്കാൻ വയ്യ. അപ്പൊ ഇപ്പോ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് മാറിയതല്ല. സ്വന്തം നിലയ്ക്ക് മാറുകയാണെങ്കിൽ അന്ന് മാറണം. അത് എൻ്റെ അടുത്ത് തെറ്റുപറ്റി, ഞാൻ അത് മാറുകയാണെന്ന് പറയണം. അദ്ദേഹത്തെ മാറ്റിയതാണ്. ആ മാറ്റുന്നതിന്റെ പിറകിലുള്ളത് മതന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ നടത്തിയ ഒരു രാഷ്ട്രീയ കളിയാണ് ഈ മാറ്റൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തെ മാറ്റിയത് സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത്രയെങ്കിലും, കാരണം പലതരത്തിലുള്ള രാഷ്ട്രീയ അപവാദങ്ങൾ കേട്ട ഒരാളാണ് പി ജയരാജൻ. അദ്ദേഹം മന്ത്രിയായി വളരെ വൈകാതെ ബന്ധു നിയമനത്തിന്റെ പേരിൽ അപവാദം വന്നു, അദ്ദേഹം രാജിവെച്ചു, വീണ്ടും മന്ത്രിയായി. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ ഇടപെട്ട ബിസിനസിനെ പറ്റിയൊക്കെ വലിയ അപവാദങ്ങൾ ഉണ്ടായി. അത് വല്ലവരും അല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനും നാട്ടുകാരനുമായ പി ജയരാജൻ തന്നെയാണ് ആ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്. അപ്പൊ അങ്ങനെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയമുള്ള ആളാണ് പി ജയരാജൻ എന്ന് ആരും പറയില്ല, ഞാനും പറയില്ല. അപ്പൊ അദ്ദേഹം ആ സ്ഥാനത്തുനിന്ന് പോകുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അതായത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരുന്നു പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല പാർട്ടി ഈ താഴെത്തട്ട് മുതൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യ സ്വഭാവം, അതുപോലെ തന്നെ പാർട്ടിയുടെ ഒരു സ്വഭാവമൊക്കെ തന്നെ മാറ്റണം എന്നുള്ള രീതിയിലേക്ക് ചില പാർട്ടി തലത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പി ജയരാജനെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു BJP ബാന്ധവമാണ് ഈ ഒരു തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇരയാക്കുകയാണോ ഇവിടെ നടക്കുന്നത്? അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുമോ ഈ ഒരു നടപടിയെ? അത് മാത്രല്ല, അതിനൊരു പങ്കുണ്ടായില്ലേ. കാരണം ഈ നിഷ്പക്ഷ വോട്ടർമാർ ഇതൊക്കെ നിരീക്ഷിക്കല്ലോ. ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാത്ത എത്രയോ ലക്ഷം വോട്ടർമാർ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ മാറി പറഞ്ഞ് LDF UDF എന്നൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അവരെ സംബന്ധിച്ച് CPM-ഉം BJP-യും തമ്മിൽ ഒരു രഹസ്യ ബന്ധമുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് LDF-ന്റെ കൺവീനർ, മുൻ മന്ത്രി, വലിയ നേതാവാണല്ലോ പി ജയരാജൻ. അദ്ദേഹം BJP-യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജാവദേക്കർ. അവര് തമ്മിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി മകന്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചു, അവരെന്താ പറഞ്ഞത് എന്നുള്ളതിന് ഒരു മറുപടി ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അപ്പോഴൊക്കെ ലാവ്ലിൻ കേസ് തുടങ്ങിയുള്ള അനവധി കാര്യങ്ങളിൽ BJP-യുടെ പിന്തുണ ആവശ്യമുള്ള ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നൊരു ധാരണ അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ ആ അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു പ്രതിരൂപമാണ് പി ജയരാജൻ എന്നാണ് എല്ലാവരും കാണുക. അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ ആ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ശ്രീ എം എൻ കാരശ്ശേരി, ഈ പി ജയരാജനെതിരെ ഉയർന്ന മുൻ ആരോപണങ്ങളെല്ലാം തന്നെ വളരെ ലാഘവബുദ്ധിയോടെയാണ് CPM കണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച BJP CPM ബന്ധത്തെ അത്ര നിസാരമായി കാണുന്നില്ല എന്നൊരു സന്ദേശം അണികൾക്ക് ഒപ്പം മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ നൽകുകയല്ലേ ഈ നടപടിയിലൂടെ CPM? അതെ, അതായത് അദ്ദേഹത്തെ പറ്റിയുള്ള ബന്ധു നിയമനത്തിന്റെ പകരം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോയി. പിന്നീട് വന്നപ്പോഴൊക്കെ അദ്ദേഹം പിടിച്ചു നിന്നു, പാർട്ടിക്കകത്ത് തന്നെ നിന്നു. പക്ഷെ ഈ BJP ബന്ധം എന്ന് പറയുന്നത്, ആ സംസാരം, അതിപ്പോ നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന തീരുമാനിക്കുന്ന ആരാ? ആ നന്ദകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ദല്ലാളാണ്. രാഷ്ട്രീയ ദല്ലാൾമാരാണ് ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാ ഇതിന്റെ അർത്ഥം. ആ നന്ദകുമാർ പറഞ്ഞാണ് പുറത്തറിഞ്ഞത്. ആ ജാവ്ദേക്കറോ അല്ലെങ്കിൽ EP ജയരാജനോ നിഷേധിച്ചില്ല എന്ന് വന്നപ്പോഴാണ് ഇത് വലിയ പ്രശ്നമായത്. അത് തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒന്നാണ്. അത് അന്ന് തന്നെ പുറത്താക്കിയാണ് വേണ്ടിയിരുന്നത്. വളരെ വൈകി. എന്നാലും പുറത്താക്കിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഞാനുള്ളത്.